ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വിഷമിച്ച് നമ്മുടെ സ്റ്റാൻലി ദേ പിന്നെയും വന്നിരുന്ന് വെള്ളവടി. അപ്പോഴേക്കും വല്യപ്പച്ചൻ അങ്ങോട്ടേക്ക് ചെന്നു. വല്യപ്പച്ചൻ ചെന്നപ്പോൾ മകനിരുന്ന് ഇങ്ങനെ കുടിക്കുന്നത് കാണുക. ഇത് കണ്ടപ്പോൾ വല്യപ്പച്ചൻ ശരിക്കൊന്ന് മോനെ നോക്കി. ഇതെന്തിനാ 2 ഗ്ലാസ്സൊക്കെ ഇവിടെ വച്ചേക്കണേ? ഇതെന്നാ കുടിമത്സരം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു വല്യപ്പച്ചൻ സ്റ്റാൻലിയോട്. അപ്പച്ചന് വേണമെങ്കിൽ 1 ഗ്ലാസ് എടുത്തോളാൻ പറഞ്ഞു. അന്നേരം സ്റ്റാൻലിയെ എനിക്ക് വേണ്ടെങ്കിലോ ചോദിച്ച അപ്പച്ചൻ ചെന്നു. ഞാൻ വന്ന് കമ്പനി കൂടുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇതൊക്കെ നിറച്ച് വെച്ചേക്കണേന്ന് ചോദിച്ചു. ഒഴിച്ചത് എനിക്ക് വേണ്ടിയാ. 2 ഗ്ലാസ്സിലാണ് ഇപ്പോൾ കുടിക്കുന്നത്. ഒന്ന് തീരുമ്പോൾ അടുത്ത ഷോട്ട് അടിക്കണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ അടിക്കണമെന്ന് സ്റ്റാൻലി. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നും അതിന് വേണ്ടിയിട്ടാണെന്നും സ്റ്റാൻലി പറയൂ കേട്ടോ. അത് കേട്ടപ്പോൾ അതിന് കുപ്പിയെടുത്ത് കാലുകളോട്ട് വെച്ചാൽ പോലെ നേരത്തെ ഒഴിച്ചു വയ്ക്കണമെന്ന് ചോദിച്ചു. ചില നേരത്തെ അത്ര പോലും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് സ്റ്റാൻലി അന്നേരം പറയുക. എനിക്ക് കാര്യം മനസ്സിലായി. നീ അലീനയോട് വഴക്കിട്ടു അല്ലേ ലാലിച്ച എന്ന് ചോദിച്ചപ്പോൾ വഴക്കിട്ടു. അവൾക്കൊരു എല്ല് കൂടുതലാണെന്ന് സ്റ്റാൻലി. ഒരു തല്ലിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നാണമില്ലടാ ലാലിച്ച. അപ്പച്ചൻ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. ശരി, ഞാൻ വാ പൊത്തിയിരിക്കാവേ എന്ന് പറഞ്ഞു വല്യപ്പച്ചൻ വായും പൊത്തി സ്റ്റാൻലിയുടെ അടുത്തിരിക്കുക. സ്റ്റാൻലി കുടിയോടുകൂടി വല്യപ്പച്ചൻ വായും പൊത്തി തന്നെ ഇങ്ങനെ ഇരിക്കുക. ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെയാണോ? പുരുഷനൊരിക്കലും സ്വസ്ഥത കൊടുക്കത്തില്ലേ എന്നൊക്കെ സ്റ്റാൻലി വല്യപ്പച്ചനോട് ചോദിക്കുക. അവളെന്തിനാ അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് തലയിടുന്നത്? ഇവരുടെ തടങ്ങിയിരുന്നാൽ പോരെ? കിച്ചണിലെ കാര്യങ്ങളിൽ കൈ കടത്തരുതെന്ന് ഞാൻ അവൾക്ക് വാണിംഗ് കൊടുത്തതാ. അപ്പച്ചനും കേട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പച്ചൻ പാപത്തെ ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ടത് പുല്ല് പോലെ അവഗണിച്ചിട്ട് അവൾ കിച്ചണിൽ കയറി പൗലോസുമായിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുന്നു. ധിക്കാരമല്ലേ അവളാ കാണിച്ചത് അല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത്. വല്യപ്പച്ചനൊന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് എനിക്ക് മിണ്ടാൻ വല്ലതും പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ ചോദിച്ചതിന് മറുപടി പറ അപ്പച്ച. എടാ മോനെ, അതിന് അവളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പൗലോ തെമ്മാടിത്തരല്ലേടാ കാണിച്ചത് എന്ന് വല്യപ്പച്ചൻ ചോദിച്ചു. ആ മീൻ മൂർച്ചു വെച്ചേക്കുന്നത് നീ കണ്ടതല്ലേ? ഞാനും അവനെ 2 ചീത്ത പറഞ്ഞല്ലോ. എന്താ അത് നീ കണ്ടില്ലേ? അപ്പച്ചൻ അത് പറയാം. പ്രായമായ ആളാണ് അപ്പച്ചൻ. എൻ്റെ അപ്പനെ പൗലോസ് അറിഞ്ഞാ നിൽക്കുന്നത്. പൗലോസ് വെറുമൊരു അടുക്കള ജോലിക്കാരനല്ല. എത്ര വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നവനാണ് എന്നൊക്കെ സ്റ്റാൻലി ചോദിക്കുവാണ്. അങ്ങനെ തൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇവിടെ വെച്ച് ഗെറ്റുകേറും മറ്റും നടക്കുമ്പോൾ എത്രയോ പേർക്ക് അവൻ വെച്ചു വിളമ്പി കൊടുത്തിരിക്കുന്നു. അവൻ ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതെന്നല്ലാതെ ഒരൊരാൾക്ക് പോലും ദുഷിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ നോക്കുമ്പോൾ അവൻ്റെ പകുതി പ്രായമുള്ള പെണ്ണ് അവനെ കൈക്ക് കയറി പിടിക്കുന്നു. അവനെ ഭരിക്കാൻ ചെല്ലുന്നു. അപ്പോഴത്തെ ആ ഒരു വാശിക്ക് അവൻ എന്തെങ്കിലും പൊങ്ങച്ചം കാണിച്ചിട്ടുണ്ടായിരിക്കാം. അതിന് അവൾ അവനെ ഫയർ ചെയ്യാൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് ശരിയാണോ? ഞാൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു എന്ന് പോലും അവൾ മൈൻഡ് ചെയ്തില്ലല്ലോ. അത് കേട്ടപ്പോൾ അവളുടെ ഫയറിങ് എനിക്ക് ഇഷ്ടപ്പെട്ടടാ. ചങ്കിൽ തീപ്പരിയുള്ള പെണ്ണാ അവള്. നിനക്കൊന്നും മനസ്സിലായില്ലേടാ എന്ന് ചോദിക്കുകയാണ് വല്യപ്പച്ചൻ സ്റ്റാൻലിയോട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് കുറച്ച് ഓവറായി പോയി എന്ന് സ്റ്റാൻലി അപ്പച്ചനോട് പറയാം. അപ്പം പൗലോ കാണിച്ചതോ? പൊങ്ങച്ചോ അല്ല അവൻ കാണിച്ചത്, അഹങ്കാരം അവൻ കാണിച്ചത്. മുതലാളിയുടെ മകളാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ വില അവൻ അവൾക്ക് കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല. നീ പറഞ്ഞാൽ നിന്റെ ജോലിക്കാരനുസരിക്കുന്നത് പോലെ അവൾ പറഞ്ഞാലും അനുസരിക്കണം. അതിനുള്ള ബാധ്യത അവർക്കുണ്ട്. പൗല ആ നേരത്ത് അവള് പറഞ്ഞത് അനുസരിച്ചില്ലായിരുന്നെങ്കിലേ അവൻ്റെ ചെകിട്ടത്തടി പൊട്ടിയേനെ, ഉറപ്പായിട്ടും പൊട്ടിയേനെ. കൊട്ടാര മറ്റത്തിൽ ഔതക്കുട്ടിയുടെ കൊച്ചു മോള അവള്, റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ. പൗലോയെ പോലൊരു ഊച്ചാളിയുടെ മുന്നിൽ തല താഴ്ത്താനേ അവൾക്ക് പറ്റത്തില്ലടാ ലാലിച്ച. അപ്പം ഇങ്ങനെയാണോ അവൾ സ്വന്തമായി വിലയുണ്ടാക്കിയെടുക്കുന്നത്? അവൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു? വിലയില്ലാഞ്ഞിട്ടാണോ? എന്ത് സുഖസൗകര്യം വേണമെങ്കിലും അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പാസ്പോർട്ട് എടുപ്പിച്ച ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കാമെന്ന് അവളോട് ഞാൻ പറഞ്ഞു. അവൾക്ക് എത്ര ലക്ഷം രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കൊടുക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അതൊന്നും അവൾക്ക് വേണ്ട. ഇവിടുത്തെ അടുക്കളയിൽ കയറി ചെലവ് ചുരുക്കൽ പരിപാടി നടപ്പിലാക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം മതിയെന്ന്. അത് കേട്ടപ്പം നീ അത് അവൾക്കങ്ങ് വിട്ടുകൊടുത്തേക്ക് ലാലിച്ച. അവളുടെ ഇഷ്ടം പോലെ നടത്തട്ടെ എന്ന് വല്യപ്പച്ചൻ സ്റ്റാൻലിയോട് പറയുമ്പോൾ ഇവിടെയുള്ള ജോലിക്കാരെല്ലാം പിണങ്ങി പിരിഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക സ്റ്റാൻലി. 1-2 വർഷത്തിനകത്ത് കല്യാണം കഴിച്ച് അലീന അവളുടെ വഴിക്ക് പോകും. പിന്നെ എൻ്റെ മനസ്സിലും വായിക്ക് രുചിക്കും മനസ്സിനിണങ്ങിയ ഒരു കുക്കിനെ ഞാൻ എവിടെ നിന്ന് പോയി തപ്പിക്കൊണ്ടുവരും എന്ന് സ്റ്റാൻലി ചോദിക്കാം. ഒരു കണക്കിന് അതും നീ പറഞ്ഞത് ശരിയാ. പിന്നെ അങ്ങനെ നമ്മുടെ സ്റ്റാൻലി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞു. അവൾക്ക് ആരെയെങ്കിലും ഭരിക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടണം, മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കി വെക്കുന്നു.
ഇതൊക്കെ എന്തിനാ അവൾ ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? അപ്പൻ്റെയും ആങ്ങളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ വാക്കുകൾ ധിക്കരിക്കണം, എന്നാലേ അവർക്ക് സംതൃപ്തി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം അങ്ങനത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പച്ചൻ്റെ ചിന്നമ്മ അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചപ്പം നിൻ്റെ അമ്മയെ നിനക്ക് അറിയത്തില്ലേ ലാലിച്ച? അമ്മ അനാവശ്യ കാര്യങ്ങളിലൊന്നും തലയിടാറില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. അപ്പച്ചനോട് വഴക്ക് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പച്ചനോട് ആർഗ്യുമെൻ്റ് ചെയ്യുന്നത് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞപ്പം പുറമേ ഒച്ചയിടാറില്ലെന്നേ ഉള്ളടാ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേ ചിന്നമ്മ അവളുടെ പരാതിയും പിണക്കവും എല്ലാം പറയുമായിരുന്നു എന്ന് വല്യപ്പച്ചൻ പറയാം. ഞാൻ മൂളി കേട്ടോണ്ടങ്ങ് കിടക്കും. ഈ ചിന്നമ്മ നേരെ മറിച്ചു. ഒരു കാര്യം ശരിയല്ല എന്ന് തോന്നിയാൽ അപ്പം തന്നെ പറയും. അത്രയേ ഉള്ളൂ അവർ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ നിനക്ക്? അപ്പോൾ എനിക്ക് പണ്ടത്തെ ബന്ധത്തിലൊരു മകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞ ആളാണ് അപ്പച്ചൻ. എന്നിട്ടിപ്പോൾ അവളുടെ സൈഡ് ചേർന്ന് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, അതിപ്പോൾ നീ കഴിഞ്ഞതൊന്നും ഓർക്കുകയും വേണ്ട, പറയുകയും വേണ്ട. അപ്പോൾ അതെ, അല്ല ഞാൻ ചോദിച്ചോട്ടെ, അടുക്കളയിലെ പ്രശ്നം അടുക്കളയിൽ വെച്ച് തീർന്നില്ലായിരുന്നോ? നീ എന്നാത്തിനാ അവളുടെ പിന്നാലെ ചെന്ന് അവളോട് വഴക്കുണ്ടാക്കാൻ പോയേ? അതിൻ്റെ എന്നാ കാര്യം? അപ്പം എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? ഇത്ര പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ എന്നോട് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ പഠിപ്പിക്കാൻ നോക്കും അവൾ. അപ്പച്ചൻ അറിയാമല്ലോ എൻ്റെ സ്വഭാവം. എന്നെ ആരും കൺട്രോൾ ചെയ്യാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അപ്പച്ചൻ അറിയാമല്ലോ. ഒടുവിൽ എങ്ങനെയാണ് നിങ്ങൾ വഴക്ക് തീർത്തേ? നീ തോറ്റോ അത് അവൾ തോറ്റോ? എന്താ സംഭവിച്ചത്? നമ്മളിവിടെ സുഭിക്ഷമായി ജീവിച്ച കാലത്ത് ഓർഫണേജിൽ അവൾക്ക് പട്ടിണിയായിരുന്നുവെന്ന് എൻ്റെ മുഖത്ത് നോക്കി അവൾ പറയുവാണെന്ന കാര്യം പറഞ്ഞു. എച്ചിൽ പോലും ഒന്നും കിട്ടിയില്ലെന്ന്. അത് കേട്ടപ്പോൾ വല്യപ്പച്ചനും സങ്കടമായി. അങ്ങനെ അച്ഛനും മോനും കൂടെ പറയുന്നു. അപ്പോൾ അത് എൻ്റെ കുറ്റമാണോ എന്ന് സ്റ്റാൻലി ചോദിക്കുവാണ്. അങ്ങനെ സംഭവിച്ചത് ഞാൻ കാരണമാണോ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോള് വിശന്നിരിക്കാൻ ഞാൻ സമ്മതിക്കുമോ എന്ന് സ്റ്റാൻലി അപ്പച്ചനോട് ചോദിക്കുക. നിനക്ക് പറയാൻ മേലായിരുന്നു അവളോട്, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ മോളെന്ന്. അത് കേട്ടപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, അവൾ അനുഭവിച്ചില്ലേ എന്ന് ചോദിച്ചു. അത് തിരുത്താൻ പറ്റുന്നതാണോ അപ്പച്ച? അത് തിരുത്താൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ഇങ്ങനെ പറയാം. അതും പറഞ്ഞ് അപ്പച്ചനും മോനും കൂടെ അവിടെ ഇരിക്കുന്നു. എൻ്റെ മോള് അനാഥാലയത്തിൽ എത്രത്തോളം കഷ്ടപ്പെട്ട് ജീവിച്ചവളാണെന്ന് പറഞ്ഞതപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് എന്തോരം വേദനിക്കും അപ്പച്ച. 23 വർഷം ജയിലിൽ കിടന്നെന്ന് പറഞ്ഞാൽ പോലും സഹിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടായിരിക്കുമല്ലോ ജയിലിൽ കിടക്കുന്നത്. എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അങ്ങനെയൊക്കെ ഒരു ജീവിതം അനുഭവിച്ച് തീർത്തത് എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ദേഷ്യത്തിലിരിക്കുന്നു. അപ്പോൾ സാരമില്ലടാ ലാലിച്ച, പോട്ടടാ മോനെ, നീ അത് വിട്ടുകളാം. ഒരു കാര്യം മാത്രം നീ ഓർത്താൽ മതി, നിൻ്റെ മോള് കള്ളത്തരത്തിനും അനീതിക്കും കൂട്ടു നിൽക്കുന്നവളല്ല, ആത്മാർത്ഥതയുള്ളവളാ, സത്യസന്ധതയുള്ളവളാ, മനസ്സിൽ സ്നേഹവും നന്മയും നിറഞ്ഞവളാ. മനസ്സിലായോ നിനക്ക്? അങ്ങനത്തെ മക്കളല്ലേ ലാലിച്ച ഒരു അപ്പൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. അപ്പം അത് കേട്ടപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ചെന്ന് അവളോടൊന്ന് സംസാരിക്കട്ടെ. ഇനിയിപ്പം ഞാനല്ലേ ഉള്ളൂ നിങ്ങളുടെ രണ്ടുപേരുടെയും നടുക്കം നിന്ന് മധ്യസ്ഥം പറയാനായിട്ടെന്ന് വല്യപ്പച്ചൻ സ്റ്റാൻലിയോട് ചോദിച്ചു. അപ്പോൾ അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ അവളുടെ നിലപാടിൽ തന്നെ നിൽക്കും. വല്യപ്പച്ചനും അവളുടെ സൈഡേ നിൽക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നിൻ്റെ മോളല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വല്യപ്പച്ചൻ അവിടെ നിന്ന് പോയി. സ്റ്റാൻലി പിന്നെയും കുടിയോട് കൂടി. അങ്ങനെ നമ്മുടെ അലീന സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുമ്പോൾ വല്യപ്പച്ചൻ അങ്ങോട്ടേക്ക് ചെന്നു. ഇപ്പം നീ കിടന്ന് ഉറങ്ങുവാണോ കൊച്ചേ എന്നും ചോദിച്ചു. അപ്പോൾ അലീന ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണുനീരൊക്കെ ഒഴുകി ഇങ്ങനെ ഇരിക്കുന്നു. മോളെ നീ കരയുമായിരുന്നോ എന്നും ചോദിച്ച് വല്യപ്പച്ചൻ അങ്ങ് കയറി ചെന്നു. അപ്പോൾ ഇല്ല വല്യപ്പച്ച, ഞാൻ കരഞ്ഞൊന്നുമില്ല. നിൻ്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് പിന്നെ എന്താ? അത് പിന്നെ ഞാൻ 2-3 തവണ തുമ്മി, അതായിരിക്കും എന്ന് അലീന. അങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് അലീന ഇങ്ങനെ വല്ലാത്തൊരു ഇതിലിങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ വല്യപ്പച്ചന് കാര്യം മനസ്സിലായി. ഈ തുമ്മൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. എന്നാ പറ്റി നിനക്ക്? സത്യം പറ, എന്നാ നിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു. അന്നേരത്തേക്ക് അലീനയ്ക്ക് സങ്കടം വന്നു. പപ്പ ഇവിടെ വന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളോ കാര്യം? പിന്നെ അവൻ നിന്നെ വഴക്ക് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ, അല്ലെങ്കിൽ അതിശയമുള്ളൂ. അവൻ ആരെയാ വഴക്ക് പറയാത്തത്? അവൻ്റെ അപ്പനായ എന്നെ പോലും അവൻ വഴക്ക് പറയത്തില്ലേന്ന് ചോദിച്ചു. നമ്മൾ എന്തു പറഞ്ഞാലും അതിന് യാതൊരു വിലയും ഇല്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയാണെന്നേ, എല്ലാവരും അവനെ അനുസരിക്കണം. അപ്പോൾ മിലിറ്ററിയിൽ അവൻ കേണലല്ലായിരുന്നോ?
അവനെ അനുസരിക്കാനേ മിലിറ്ററിയിൽ എന്തുമാത്രം പട്ടാളക്കാരുണ്ടായിരുന്നെന്ന് അറിയാവോ എന്നൊക്കെ വല്യപ്പച്ചൻ ചോദിക്കുമ്പം കീഴിൽ മാത്രമല്ലല്ലോ കേണലിൻ്റെ മുകളിലും വേറെ കുറേ ഓഫീസർമാരും ഉണ്ടായിരുന്നായിരിക്കുമല്ലോ, അവരുടെ കീഴിലും ഈ ലാലിച്ചൻ കേണൽ അനുസരണയോടെ നിന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പം നീ ആള് കൊള്ളാവല്ലോടി വെച്ച്, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ആ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാണെന്ന് അലീന. വല്യപ്പച്ച, ഈ കേണൽ എന്ന് പറയുന്ന സംഗതി മിലിറ്ററിയിൽ ഇരുന്നപ്പോഴത്തെ ഒരു വലിയ പദവി മാത്രം. റിട്ടയർഡായി ആ യൂണിഫോം ഒക്കെ അഴിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമായെന്ന് വല്യപ്പച്ചൻ്റെ മോനൊന്ന് മനസ്സിലാക്കി എടുക്കണം. ഇപ്പോഴും വലിയ കേണലാണെന്നാ വിചാരമെന്നൊക്കെ അലീന. അത്തുകാലിലൊക്കെ കൈ കൊടുക്കുമെന്നും പറഞ്ഞ് നമ്മുടെ വല്യപ്പച്ചൻ കൈ കൊടുക്കും. വേണ്ട, എന്നെ കളിയാക്കാനല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു മോളെ, നീ അടുക്കളയിൽ കയറി പൗലോസിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത് ലാലിച്ചൻ ഒട്ടും പിടിച്ചിട്ടില്ല. നിസാര കാര്യത്തിന് കണക്ക് പറയുന്നതൊന്നും അവൻ ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. കുറച്ച് പൈസ നഷ്ടപ്പെട്ടാലും ശരി, അവൻ അങ്ങനെയൊന്നും കേൾക്കില്ല. അന്തസ്സ് കളഞ്ഞു കുളിക്കരുതെന്നുള്ളതാണ് അവൻ്റെ പ്രമാണം. അപ്പം അതിൻ്റെ പേര് അന്തസ്സെന്നല്ല, അഹങ്കാരം എന്നാണെന്ന് അലീന. അത് വല്യപ്പച്ചൻ്റെ മോന് ജാസ്തി കൂടുതലാണ്. ആകെയുള്ളത് കുറച്ച് ബംഗ്ലാവും ഈ റബ്ബർ മാത്രമല്ലേ, എന്നിട്ട് വലിയ എസ്റ്റേറ്റ് മുതലാളിയാണെന്ന വിചാരം. അങ്ങനെ എന്തുമാത്രം അഹങ്കരിക്കണമെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര ഇത്. അപ്പോൾ അവർ കണ്ടമാനം അഹങ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞു വല്യപ്പച്ചൻ. നമ്മളാരും കാണുന്നില്ല അവരുടെ അഹങ്കാരം. അപ്പോൾ അതേ വേണ്ട തമാശയാക്കണ്ട കേട്ടോ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാട്ടോ സംസാരിക്കുന്നതെന്ന് അലീന. ലാലിച്ചൻ ഇപ്പോൾ ഭയങ്കര ദേഷ്യം വന്നിരിക്കുക. നിന്നോടുള്ള ദേഷ്യത്തിന് അവൻ ഇതിനകം 1/2 കുപ്പി കുടിച്ചു തോർത്തിട്ടുണ്ട്. അയ്യോ, അത്രേ ഉള്ളോ? കുറഞ്ഞു പോയല്ലോ. ഒരു കുപ്പി ദേഷ്യവും കൂടെ എടുത്ത് ലാലിച്ചൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ മേലായിരുന്നോ? കുടിച്ചങ്ങ് തീർക്കട്ടെ. അപ്പോൾ ദേ ഇങ്ങനെ പോയാലേ അധികം വൈകാതെ ലാലിച്ചൻ നിന്നെ ഇവിടെ നിന്ന് നാട് കടത്താതെ ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഞാൻ പോകാൻ റെഡിയായിട്ടങ്ങ് നിൽക്കുകയല്ലേ, നാട് കടത്താൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പം നീ പോകത്തില്ലേ? തല്ലി കൊന്നാലും ഞാനിവിടുന്ന് പോകത്തില്ലെന്ന് അലീന. എന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ എങ്ങനെ നിൽക്കുക. ഇന്ന് രാവിലെ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വേറെ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചോ ഇവിടെ നാട് വിട്ടു പോകണമെന്നാ. ഇപ്പം ഞാനത് തിരുത്തി. ആരെ എന്നെ നാട് കടത്തുന്നത് കണ്ടിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം. അതെന്നാ പറ്റി അങ്ങനെ തീരുമാനം തിരുത്താൻ പെട്ടെന്ന്? അപ്പോഴത്തേക്ക് നമ്മുടെ അലീന തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വല്യപ്പച്ചനോട് പറയുക. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്ന് അലീന പറഞ്ഞപ്പോൾ അത് ശരി, അപ്പം നീ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ഇല്ല, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കേണലിൻ്റെ ഭാര്യയും മക്കളും ഇല്ലേ, ആരെയും ഈ വഴിക്ക് കണ്ടില്ലല്ലോ ഇതുവരെ എന്ന് പറഞ്ഞപ്പോൾ വല്യപ്പച്ചൻ ആകെ ഒരു വിഷമം. കേണൽ അങ്ങോട്ട് പോകുന്നതും കണ്ടില്ലല്ലോ, ദിവസം എത്രയായി ഞാൻ വന്നിട്ട്. കേണൽ ഇതുവരെ അവർക്ക് ഫോൺ ചെയ്യുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ലല്ലോ, അതെന്താന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുക. പിന്നെ കേണലിനെ അവരാരും വിളിക്കുന്നതായിട്ടും കണ്ടിട്ടില്ല. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് ചോദിച്ചപ്പം അതിനിപ്പോൾ തന്നെ എത്ര പ്രത്യേക അർത്ഥം ഇരിക്കുന്നത്, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, അവരെല്ലാവരും അഞ്ചലിലെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് വല്യപ്പച്ചൻ പറഞ്ഞു. അവർക്ക് വേണ്ടുന്നതെല്ലാം കിട്ടുന്നുണ്ട്, ലാലിച്ചൻ സുഖമായിട്ട് ഇവിടെയും കഴിയുന്നുണ്ട്. അല്ലാതെ ഇപ്പം അതിനകത്ത് വേറെന്താ? ഇതാണോ സുഖമായിട്ടുള്ള ജീവിതം? കുറച്ച് പട്ടികളും കുറേ കുപ്പികളും കുറേ ബ്രാൻഡിയും വിസ്കിയും സിഗരറ്റും തട്ടിപ്പുകാരായ കുറേ ജോലിക്കാരും. ഇതാണോ ഫാമിലി സെറ്റപ്പ്? ഇതാണോ വേണ്ടത്? ഞാനിത് പൊളിക്കും. ഇതിനകത്ത് എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്, ഞാനതെല്ലാം മാന്തി എടുക്കും നമ്മുടെ അലീന. അത് കേട്ടപ്പം ലാലിച്ചൻ അതെല്ലാം കോൺക്രീറ്റ് ഇട്ടതുപോലെ സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്നും അത് പൊളിക്കാൻ നിന്നാലേ അവൻ നിന്നെ നിലം തൊടാതെ ഓടിക്കുമെന്ന് വല്യപ്പച്ചൻ പറഞ്ഞു. അവൻ്റെ കുടുംബകാര്യങ്ങളിലും അവൻ്റെ ഇവിടുത്തെ ജീവിതത്തിലും ആരെങ്കിലും കൈ കടത്താൻ നോക്കിയാൽ അവൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. പള്ളിയിലച്ചന്മാരും നേതാക്കന്മാരും സമുദായക്കാരും അങ്ങനെ പലരും നോക്കിയതാ, നടന്നില്ല. ഇപ്പോൾ ഒറ്റ ഒരെണ്ണം ഇങ്ങോട്ട് കയറത്തില്ലല്ലോ. അത് പട്ടികളെ പേടിച്ചിട്ടായിരിക്കും നമ്മുടെ അലീന നേരം പറഞ്ഞു. തമാശയല്ല. ദേ നീ വേണ്ടാത്ത കാര്യത്തിനൊന്നും പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമരം ചെയ്യും വല്യപ്പച്ച. ഞാനും ലാലിച്ചനും തമ്മിൽ വഴക്കുണ്ടായ വല്യപ്പച്ചൻ ആരുടെ സൈഡ് നിൽക്കും? ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കണം? അതെല്ലാം വല്യപ്പച്ചൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതിയെന്നും അങ്ങനെ അങ്ങ് ചെയ്തോളാനും അലീന പറഞ്ഞു. അപ്പം ഞാൻ ഇത്രയും നാൾ ലാലിച്ചൻ്റെ പക്ഷത്ത് നിന്ന് ഇനി കാല് ഞാൻ മാറണോ? വേണ്ട, കാലൊന്നും മാറണ്ട, അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. എന്നാലും ചിന്നമ്മ ഇപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പം എനിക്കൊരു വിഷമം എന്ന് വല്യപ്പച്ചൻ. അപ്പം വേണ്ട, ലാലിച്ചൻ്റെ കൂടെ തന്നെ നിന്നോളാൻ പറഞ്ഞു അലീന. ഹെടി മോളെ, ഇല്ല, ഞാൻ ചിന്നമ്മയുടെ കൂടെ നിൽക്കത്തുള്ളൂ. ലാലിച്ചൻ പോയി പണി നോക്കട്ടെന്ന്
വല്യപ്പച്ചൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കേണലിനെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. കേണലിന് മാത്രമല്ല, കേണലിൻ്റെ പടയാളികളെയും സറണ്ടർ ചെയ്യിച്ച് നമ്മുടെ കൂടെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞു. നിന്നെ കൊണ്ട് അത് പറ്റും. നീ രാവിലെ പൗലോയുടെ അടുത്ത് ഫൈറ്റ് ചെയ്തില്ലായിരുന്നോ? അതെനിക്ക് നല്ലതുപോലെ അങ്ങ് രസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുതലേ ഞാൻ നിൻ്റെ കൂടെ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ ഇങ്ങനെ അലീനയോട് പറഞ്ഞു. അങ്ങനെ അപ്പച്ചനും മോളും കൂടെ കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുവിൻ്റെ ഫോണിലേക്ക് അലീന വിളിക്കുക കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ വിളിച്ചു പറയുന്നു, ഇവിടുത്തെ വിവരങ്ങളൊക്കെ പറയാം. മനുവേട്ടൻ കിടന്നോ എന്ന് ചോദിച്ചു. ഇന്ന് കിടന്നോ, ബിസിയാണോ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല, ഇന്ന് ഞാൻ ബിസിക്ക് ലീവ് കൊടുത്തേക്കാണെന്ന് പറയും. എന്നെ കുരഞ്ഞു കളിപ്പിക്കുകയാണോ മനുവേട്ടൻ? അതൊക്കെ വിട്, കുളത്തൂർപ്പുഴ സമാധാന പത്രികയിൽ എന്നൊക്കെയുണ്ട് പറയാനെന്ന് ചോദിച്ചപ്പം ഇവിടെ ഭയങ്കര രസമാണ്, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നീ ആക്റ്റീവാണോ അല്ലയോ എന്ന് പറയാൻ പറഞ്ഞു. വെറുതെ ഒരു മുറിയിൽ ഇരിക്കുവാണോ, അതെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനു ചോദിച്ചപ്പം അലീന വിവരങ്ങളെല്ലാം പറയുക, വീട്ടിലെ വിവരങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് പോയാലും ഇവിടെ ആരും നന്നാകാനൊന്നും പോകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പം ഞാൻ ഈ അടുക്കളക്കാർ ഒരു ചാലഞ്ചായിട്ട് എടുത്തിരിക്കുകയാണെന്ന് അലീന പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ വൈഫ്, മറ്റു കുട്ടികൾ, അവരാരെയും ഇതുവരെ കാണാൻ പറ്റിയില്ല? ഇല്ല മനുവേട്ടാ, അതിലും എന്തൊക്കെയോ ഉണ്ട്. എന്താണ് സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് അലീന പറഞ്ഞു. വല്യപ്പച്ചനോട് ചോദിച്ചിട്ട് ഒന്നും വിട്ടു പറയുന്നതേ ഇല്ല എന്നും അലീന അന്നേരം പറഞ്ഞു. അവിടെ വേറെ ആരുമില്ലേ കമ്മ്യൂണിക്കേഷനായിട്ട്? അതോ പിന്നെ 3-4 ജോലിക്കാരൻ, അവരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവരുമായിട്ട് എന്നും അടിയായതുകൊണ്ട് അവരെന്നോട് മിണ്ടാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനു അലീനയും കൂടെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മനു പോലും അന്തം വിട്ട് നിൽക്കുക. നീ അത്രയൊക്കെ പ്രതികരിച്ചിട്ടും അവിടെ ഒരു മാറ്റവും സംഭവിച്ചില്ല? ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എല്ലാവരോടും ഭയങ്കര സ്നേഹ. ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട കാര്യം? പട്ടികളോട് പിന്നെ ഭയങ്കര സ്നേഹ. അവർക്കൊരു പരാതിയില്ല. ഞാനിങ്ങനെ കൂട്ടിലടച്ച കിളിയെ പോലെ തിന്നും കുടിച്ചും സുഖമായിട്ട് ഇരുന്നോളാനാ എന്നോട് പറയുന്നത്. ഞാനൊന്നും ചെയ്യണ്ടെന്ന്, കിച്ചണിൽ കയറി പോകരുതെന്ന ഉത്തരവ്. ആഹാ, കൊള്ളാലോ. ഒരു വീട് മുഴുവനും കൈകാര്യം ചെയ്യുന്ന നീ എങ്ങനെ കൈകെട്ടിയിരിക്കും? സേവനമാണല്ലോ ബ്രജിതാമമ്മി നിന്നെ പഠിപ്പിച്ചിരിക്കുന്ന മാതൃക. അത് കേട്ടപ്പോൾ നമ്മുടെ അലീന, ഇവിടെ ഞാൻ ആരെയാ സേവിക്കേണ്ടത്? ഇങ്ങനെ വെറുതെ ഇരുന്ന് തുരുമ്പെടുക്കാൻ എനിക്ക് വയ്യ എന്ന് അലീന. അങ്ങനെ അലീനയും മനുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.